നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളം വരുമ്പോൾ എന്റെ ശവശരീരത്തിലൂടെ മാത്രമേ ആദ്യത്തെ വിമാനം പറന്നിറങ്ങൂ എന്ന് പറഞ്ഞ എസ് ശർമ്മ എന്ന് പറയുന്ന സഖാവിന്റെ പാർട്ടിയാണ് ഇവരുടെ പാർട്ടി. ആ എസ് ശർമ്മയെ നമ്മൾ പിന്നീട് കാണുന്നത് അതേ എയർപോർട്ട് അതോറിറ്റിയുടെ ചെയർമാനായിട്ടാണ് നമ്മൾ കണ്ടത്. അപ്പൊ നമ്മൾ വിചാരിക്കും എയർപോർട്ടിനെ മാത്രമേ എതിർത്തിട്ടുള്ളൂ. ജയിക്കിന്റെ പേഴ്സണലും കാണുമ്പോൾ ഒരു ATM കാർഡ്, ആ ATM കാർഡ് ഇന്ത്യയിൽ കൊണ്ടുവന്നപ്പോൾ അതിനെതിരായി സമരം ചെയ്ത ഇന്ത്യയിലെ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് CPIM എന്നാണ്. ദേശീയപാത 153 സൈഡിൽ KK റോഡിൽ മണർകാട് പള്ളിക്ക് സമീപമുള്ള മണർകാട് വില്ലേജിലെ ഫെയർ വാല്യൂ എത്രയാണെന്ന് ജയിക്കാൻ അറിയാമോ? 1,10,10,000 രൂപ. നിങ്ങളുടെ വീട് നിൽക്കുന്ന സ്ഥലം ഇനിയും പിണറായി വിജയന്റെ ഭാഷയിൽ 2.5 ഇരട്ടി അധികം തരികയാണ്. അപ്പോൾ 2.5 ലക്ഷം വേണ്ട, ഞാൻ ജയിക്കുന്ന 4 ലക്ഷം രൂപ തരാം. 10 സെന്റ് വസ്തു എനിക്ക് ജയിക്കിന്റെ പറമ്പിൽ നിന്ന് തരാൻ പറ്റുമോ? തരത്തില്ല. കാരണം എന്താ? ഫെയർ വാല്യൂവും നാട്ടിലെ വിലയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് ജയിക്കിന് സമ്മതിക്കേണ്ടി വരും. അതല്ല, 40 ലക്ഷം രൂപയ്ക്ക് ജയിക്ക് ആ വസ്തു 10 സെന്റ് വസ്തു വിൽക്കാൻ തയ്യാറാണെങ്കിൽ ഇപ്പോ യൂത്ത് കോൺഗ്രസ് അത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ഞാൻ പറയാം. നാട്ടിലെ കഴിഞ്ഞ ദിവസം AC മൊയ്തീൻ എന്ന് പറയുന്ന മുൻ മന്ത്രി അദ്ദേഹം ഒരു വീട്ടിൽ ചെന്നപ്പോ വലിയ ബോധവൽക്കരണം നടത്തി. അപ്പൊ ആ വീട്ടിലെ സാധാരണക്കാരിയെ വീട്ടമ്മ പറഞ്ഞു, സാറിന്റെ വീട് പോകുന്നുണ്ടോ? ഇല്ല. അപ്പൊ പറഞ്ഞു, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ന്യായീകരിക്കുന്നത്. ജയിക്കിന്റെ വീടും വസ്തുവും പോകുന്നില്ല, അതുകൊണ്ട് ആ പണത്തെ പറ്റി ജയിക്കിന് വലിയ ആശങ്ക വേണ്ട. NH എന്ന് പറയുന്ന ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റ്, അതിന്റെ 2 വശത്തേക്കും എക്സ്റ്റൻഷൻ എടുക്കുന്നതും അതുപോലെയാണോ കേരളം കീറി മുറിച്ച കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പുതിയൊരു പാത ഒരുക്കുന്നത്? ഒരേ വസ്തുവാകത്തുള്ളൂ എന്ന് ജയിക്ക് പറഞ്ഞാൽ ജയിക്കിന്റെ അറിവ് എവിടെ നിന്നാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും അത് ഞാൻ വിട്ടു. ഇനി അവിടെ കുറ്റിപറിച്ചതിനെ പറ്റി പറഞ്ഞു. കുറ്റിപറിക്കാൻ കഴിയില്ല. കാരണം വേറെ ഒരു പദ്ധതിക്കും നാളിതുവരെ സാമൂഹ്യാഘാത പഠനം നടത്താൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പദ്ധതിക്ക് കുറ്റി നാട്ടിയതിന്റെ ഒരൊറ്റ അനുഭവം ജയിക്കിന് പറയാൻ കഴിയുമോ? ഇപ്പൊ എന്റെ വീടിന് മുമ്പിൽ ഒരു പുതിയ കെട്ടിടം പണിതപ്പോ ഒരു നയാ പൈസയും ഏറ്റെടുക്കാതെ ഒരു 10 മീറ്റർ സ്ഥലം NHAI നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് വെറുതെ വിട്ടുകൊടുത്തു. എന്നിട്ടാണ് കെട്ടിടം പണിതിട്ടുള്ളത്. ഏത് യൂത്ത് കോൺഗ്രസിന്റെ സംഭാവന സ്വീകരിക്കാതെ ഒരു 10 മീറ്റർ സ്ഥലം ദേശീയ പാതയ്ക്കായി ഭാവിയിൽ എപ്പോഴെങ്കിലും സംഭവിച്ചാൽ കുറ്റിയിട്ടിട്ടില്ല, പദ്ധതി വന്നിട്ടില്ല, കോൺഗ്രസ് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഒരു 10 മീറ്റർ സ്ഥലം വെറുതെ വിട്ടുകൊടുത്തു. സംശയം ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ പൈസ തരണ്ട. ആ പൈസക്ക് നിങ്ങൾ ആ പൈസ ഞാൻ ആ തുകയ്ക്ക് നിങ്ങൾ പറഞ്ഞ ഫെയർ വാല്യൂന് തരുമോ? നിങ്ങൾ പറഞ്ഞ ഫെയർ വാല്യൂന് തരുമോ? നിങ്ങൾ പറഞ്ഞ ഫെയർ വാല്യൂന് തരുമോ? അതല്ല, നിങ്ങൾ പറഞ്ഞ ഫെയർ വാല്യൂന് തരുമോ? അല്ല, ഞാൻ പറഞ്ഞ നിരക്കിന് തരുമോ? ഞാൻ പറഞ്ഞ നിരക്കിന് തരുമോ? അല്ലല്ലോ, നിങ്ങൾ തമ്മിലല്ലോ. ചളമായെന്ന് തോന്നുന്നു. ആരാ വികസനത്തെ എതിർത്തത്? കണ്ണുള്ളവർ തുറന്നു കാണട്ടെ. കമ്പ്യൂട്ടർ വിരുദ്ധ സമരം കാലിക്കറ്റ് സർവകലാശാലയിൽ ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്. ജയിക്ക് പറഞ്ഞ വളരെ വസ്തുതാപരമായ ഞാൻ പറഞ്ഞോട്ടെ. ജയിക്കിന് അവസരം കൊടുത്തല്ലോ, എനിക്കും പറയാൻ തന്നെയാ വന്നത്. ഇവിടെ ജയിക്ക് പറഞ്ഞു, ജയിക്കിന്റെ വീടിന്റെ മുന്നിൽ ഒരു കട പണിഞ്ഞപ്പോ വെറുതെ കുറെ സ്ഥലം കൊടുത്തെന്ന്. ജയിക്കിന് സ്ഥലം കൊടുക്കാനുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ആ പണം കൊണ്ട് വസ്തു വാങ്ങിച്ച തങ്കമ്മയുടെ ആകെ 2 സെന്റിൽ 10 മീറ്റർ വെറുതെ കൊടുക്കാൻ ചിലപ്പോൾ കണ്ടത് വരില്ല. അത് മറക്കരുത്. എന്റെ വിഷയം അല്ലല്ല, ഞാൻ പറയട്ടെ, എന്റെ വിഷയം എന്താ? ഫെയർ വാല്യൂനെ പറ്റിയാ. ജയിക്ക് 4 ലക്ഷം രൂപയ്ക്ക് ആ വസ്തു കൊടുക്കുമോ എന്നുള്ളതാ ചോദ്യം. ഒറ്റ കാര്യം. പിന്നെ കോൺഗ്രസ് പ്രഖ്യാപിച്ച 1000 വീടുകളെ പറ്റി പറഞ്ഞു. 822 വീടുകൾ കൊടുത്തതിന്റെ ലിസ്റ്റ് ഞാൻ തിരിച്ച് ജയിക്കാൻ തരാം. കോടിയേരി ബാലകൃഷ്ണൻ പ്രഖ്യാപിച്ച 2000 വീടിന്റെ അവസ്ഥ എന്താ? ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന ഗെയിൽ പദ്ധതി ആവട്ടെ, കേരളത്തിൽ നമ്മുടെ ജില്ലയിലൂടെ കടന്നുപോയ എടമൺകുച്ചി പവർ ഹൈവേ ആവട്ടെ, ഇതിനുവേണ്ടിയൊക്കെ ആളുകളുടെ വീടും സ്ഥാപന ജംഗമ വസ്തുക്കളും ഒക്കെ വിട്ടുകൊടുക്കേണ്ടതായി വന്നപ്പോൾ ഞാൻ പറഞ്ഞത് ആ പദ്ധതിയുടെ പ്രത്യേകതയെ സംബന്ധിച്ചല്ല. അതുകൊണ്ടാണ് സമീപത്തെ ഡോക്ടർ അമർത്യാസൻ എഴുതിയ ലേഖനമുണ്ട്. ആ ലേഖനത്തിന്റെ തലവാചകം കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായിപ്പന്റെ കോണവും മാറിയ കഥ. നിങ്ങളുടെ മുമ്പിൽ ഉറപ്പു തരുന്നു, കേരളത്തിൽ ഒരു മനുഷ്യന്റെയും കണ്ണീർ വീഴ്ത്തിക്കൊണ്ട് കേരളത്തിൽ ഒരു വികസന പദ്ധതിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പിലാക്കില്ല. ഞാൻ അവരോടൊന്ന് മറുപടി പറഞ്ഞോട്ടെ. അവർ ചോദിച്ച ഇവിടെ ആളുകൾ പല ചോദ്യവും ചോദിക്കും. ആ ചോദ്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞിട്ട് പോകുന്നതിനകത്ത് ഒരു അർത്ഥവുമില്ല. ആ പാവപ്പെട്ട അമ്മയുടെ ചോദ്യം ഡയറക്റ്റ് ആയിരുന്നു. ബഫർ സോണിന് പണം കൊടുക്കുമോ ഇല്ലയോ? ജയിക്കിനി കൊടുക്കുമെന്ന് പറഞ്ഞാൽ കള്ളം പറയുന്ന ആളുടെ പേര് പിണറായി വിജയൻ എന്നാ. പിണറായി വിജയനാണ് പറഞ്ഞത് ഒരു തുണ്ട് ബഫർ സോണിന് പോലും പണം കൊടുക്കുകയില്ല എന്ന് പറഞ്ഞത് പിണറായി വിജയനാ. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? ഇനി പിണറായി വിജയന്റെ മുകളിലാണ് ജയിക്കെങ്കിൽ ജയിക്കിന്റെ ഉറപ്പ് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, ഒരാളുടെ പോലും കണ്ണീര് വീഴ്ത്തി പദ്ധതി നടപ്പിലാക്കത്തില്ല. എന്റെ പൊന്നു ജയിക്ക്, നിങ്ങൾ ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത്? ആ മാടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ആ മോഫി എന്ന് പറയുന്ന ഒരു 8 വയസ്സുകാരി
ആർത്തലച്ച് കരയുകയാണ് അമ്മയെ വലിച്ചടിച്ചോണ്ട് പോകുമ്പോ. മോന്തയ്ക്കൊന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കണം, അപ്പ കാണും. സാമൂഹ്യ ആഘാത പഠനം നടത്തുമ്പോ പോലും ഈ പാവപ്പെട്ട അമ്മമാർ ഇത്ര ആർത്തലച്ച് കരയുന്നത് കണ്ടിട്ട് ഇതൊന്നും കണ്ണീരല്ല, ഒരാളുടെ പോലും കണ്ണീര് വീഴ്ത്താതെ ഞങ്ങൾ ഈ പദ്ധതി നടപ്പിലാക്കുമെന്ന് പറയാൻ ജയിക്കും. അത് കേൾക്കുമ്പോ ജയിക്ക് പറഞ്ഞതല്ലേ എന്നാ കൈയടിച്ചേക്കാമെന്ന് വിചാരിക്കുന്ന കുറെ പാർട്ടിക്കാരുമുണ്ടെന്ന് കരുതി കേരളം മുഴുവൻ നിങ്ങളുടെ അടിമകളാണെന്ന് തെറ്റിദ്ധരിക്കരുതെന്ന് തന്നെയാണ് ജയിക്കിനോട് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. നമ്മളുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം എന്താണ്? ബഫർ സോണിൽ ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും ബഫർ സോണിന് പണം കൊടുത്തതായിട്ടുള്ള അറിവ് RSS നിയന്ത്രിക്കുന്ന വസ്തുവിന് പണമില്ല. ശരി ശരി പണമില്ല. ഓക്കെ നമ്മോട് ചോദിച്ചത് അവരുടെ ഒരു സ്ഥലത്തിന്റെ നല്ലൊരു ഭാഗം ബഫർ സോണായി കടന്നു പോകും. ഇങ്ങനെ ബഫർ സോണായി കടന്നു പോകുമ്പോൾ ബാക്കി വന്ന സ്ഥലം ഉപയോഗശൂന്യമാകുമോ? കേരളയിലെ ഔദ്യോഗിക വൃത്തങ്ങൾ 2 ദിവസക്കാലം വ്യക്തമാക്കിയത് എങ്ങനെയാണ്? നിങ്ങൾ വിട്ടുകൊടുക്കാൻ സന്നദ്ധമാണെങ്കിൽ ബഫർ സോണിന് സമീപത്തുള്ള നിങ്ങളുടെ സ്ഥലം ഏറ്റെടുക്കുവാൻ കേരളയിൽ തയ്യാറാണ് എന്നുള്ളതാണ് പ്രഖ്യാപനം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ ആശങ്ക അവിടെ പരിഹരിക്കപ്പെടുകയാണ്. ഇതിന്റെ ഒപ്പം ഈ രാജ്യത്തെ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് എനിക്ക് പറഞ്ഞു ബഫർ സോണിന് ചുറ്റുമുള്ള പ്രദേശത്തെ വസ്തു എല്ലാം ഞങ്ങൾ അങ്ങ് ഏറ്റെടുത്തേക്കാം. ഈ രാജ്യത്ത് വസ്തു ഏറ്റെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒറ്റ നിയമമേ ഉള്ളൂ. 2013 ലാൻഡ് അക്വിസിഷൻ റീസെറ്റിൽമെന്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ ആക്ട്. ഈ ഒരു ആക്ട് അല്ലാതെ വേറെ CPM-ന്റെ AKG സെന്ററിൽ ഏതെങ്കിലും ആക്ട് ഉള്ളതിനെ പറ്റി എനിക്കറിയില്ല. ആ ആക്ടിന്റെ ഒരു പേജിനകത്ത് ഒരു സെക്ഷനകത്തും ബഫർ സോണിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ ഏറ്റെടുക്കാൻ ഒരു സർക്കാരിനെയും അധികാരപ്പെടുത്തുന്നില്ല. ജയിക്ക് ഞാൻ പറഞ്ഞത് വിഡ്ഢിത്തരമാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ബഫർ സോണിന്റെ ഒരു ചേർന്ന് കിടക്കുന്ന പ്രദേശം ഏറ്റെടുക്കാൻ പറ്റത്തില്ല. ശരിയല്ലേ? ഇനി ജയിക്ക് ഉദ്ധരിച്ച ആ നിയമത്തിന്റെ ഏത് സെക്ഷനിൽ ആ വാചകം ഒന്ന് വായിച്ചേ. ബഫർ സോണിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം അത്രയും സർക്കാരിന് വേണമെങ്കിൽ എടുക്കാം എന്നുള്ള ആ ഭാഗം ഒന്ന് വായിക്കണം. എന്റെ ഈ ഭാഗം കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട SUCയുടെ പ്രതിനിധി പറഞ്ഞു ആർക്കാണ് ഇത്ര വേഗത്തിൽ എല്ലാ സ്ഥലത്തേക്കും അത് ഈ 4 മണിക്കൂറിന്റെ എവിടേക്കാണ് പോകേണ്ടെന്നുള്ളത്. ഞാൻ MCA പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഞാൻ പഠിക്കുന്ന പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലാണ്. ഞാൻ എന്റെ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് നിലവിൽ എറണാകുളത്ത് പ്രോജക്ട് സെന്ററിൽ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഒരു ദിവസം ഡെയിലി 5 മണിക്കൂർ യാത്ര ചെയ്യുന്നുണ്ട്. വീട് മേടിച്ച് അവിടെ നിൽക്കാൻ എനിക്ക് പൈസ ഇല്ല. ഇങ്ങനെ 4 മണിക്കൂർ കൊണ്ട് കേരളത്തിൽ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ സാധിക്കുമെങ്കിൽ താങ്കളുടെ ചോദ്യം നല്ലതാണ്. ഞാനൊരു വലിയ സംഭവം അല്ലേ? നമുക്ക് വേഗത്തിൽ പോകണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കുമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ട് ഈ പദ്ധതി ഇപ്പൊ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന വില പ്രകാരമാണെങ്കിൽ 64,000 കോടിയാണ് ഈ പദ്ധതിയുടെ ചെലവ്. അപ്പൊ ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവർക്ക് നഷ്ടപരിഹാരം കൊടുത്താൽ ഈ പദ്ധതിയുടെ ചെലവ് 2 ലക്ഷം കോടി രൂപ. 2 ലക്ഷം കോടി രൂപയാണെങ്കിൽ 1 കിലോമീറ്ററിന്റെ ഫെയർ 10 രൂപ. 60 കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ താങ്കൾക്കാകുന്നത് 600 രൂപ വൺ സൈഡ്. തിരിച്ച് എടുക്കുമ്പോ വൺ സൈഡ് വീണ്ടും 600. മൊത്തം ഒരു ദിവസം 1200. 10 ദിവസം 12,000. 20 ദിവസം 24,000. 24,000 രൂപ മുടക്കി താങ്കൾ കേരളയിൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ നല്ലതാ 5,000 രൂപയ്ക്ക് അവിടെ ഹോസ്റ്റൽ കിട്ടും. 5,000 രൂപയ്ക്ക് ഹോസ്റ്റൽ കിട്ടും. 5,000 രൂപയ്ക്ക് ഹോസ്റ്റൽ കിട്ടും. അത് SFI അറേഞ്ച് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്യാം. 5,000 രൂപയ്ക്ക് ഹോസ്റ്റൽ കിട്ടും. ഹലോ ഞങ്ങൾ അറേഞ്ച് ചെയ്യാം. 5,000 രൂപ മതി. 5,000 രൂപ മതി. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. ഞങ്ങളുടെ 14 സെന്റ് സ്ഥലത്തിൽ കൂടിയാണ് ഈ കേരളയിൽ വരാൻ പോണത്. ഞങ്ങൾ രോഗികളും അങ്ങനെയുള്ള ആളുകളൊക്കെയാണ്. അപ്പം ഞങ്ങളുടെ ഭൂമി എന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് ഒരു വീട് വെച്ചൊരു വേറെ സ്ഥലത്തോട്ട് പോകാനുള്ള യാതൊരു നിവൃത്തിയില്ല. ഞങ്ങളുടെ ഭൂമി ഞങ്ങൾ കേരളത്തിന് വേണ്ടി വിട്ടു തരാൻ മരിച്ചാലും തയ്യാറല്ല. പാർട്ടിക്കാർ എവിടെ കൊണ്ടുപോകുന്ന പറഞ്ഞാലും ഞങ്ങളെ മനസ്സിലാവും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സമയം ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം.